മുഹമ്മദ് ബിൻ നസ്ർ സ്വാഇഖ് റളിയല്ലാഹു അൻഹു പഴയ കാലത്ത് ജീവിച്ച വലിയൊരു മഹാനാണ്. ആ മുഹമ്മദ് ബിൻ നസ്ർ എന്നവർ പറയുന്നു, എന്റെ ബാപ്പ നസ്ർ റളിയല്ലാഹു അൻഹുവിന്, എന്റെ ബാപ്പ നസ്ർ എന്ന് പറയുന്ന ബാപ്പക്കൊരു പതിവുണ്ട്. നാട്ടിൽ എവിടെ ജനാസ നിസ്കാരം കിട്ടിയാലും ബാപ്പ പോയി നിസ്കരിക്കുന്ന പതിവുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യൻ, മുസ്ലിമായ മനുഷ്യന്റെ ജനാസ നിസ്കാരത്തിൽ സ്ഥിരമായി ബാപ്പ പങ്കെടുക്കുന്നു. ആര് മരിച്ചെന്ന് കേട്ടാലും ബാപ്പ നിസ്കരിക്കാൻ പോകും. ഞാൻ അതിനെ സംബന്ധിച്ച് ബാപ്പയോട് ചോദിച്ചപ്പോ നസ്ർ എന്ന് പറയുന്ന എന്റെ ബാപ്പ പറഞ്ഞ മറുപടി, മോനെ, ഞാൻ എങ്ങനെ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്? ഈ മരിച്ചവരിൽ ഒരുപാട് നല്ല നല്ല മഹത്തുക്കളുണ്ട്. എനിക്കൊരനുഭവം അതിന് സാക്ഷിയാണ്. അത് മൂലം മാത്രമല്ല, അതെനിക്കൊന്നുകൂടി ഫലം നൽകി. ഒരു ദിവസം ഞാനൊരു ജനാസ നിസ്കാരത്തിന് സംബന്ധിച്ചു. ജനങ്ങളെല്ലാം ആ ജനാസയും ചുമന്ന് മഖ്ബറയിലേക്ക് കൊണ്ടുപോയി. അതേ ഖബറിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ജനാസ വെക്കുന്ന സമയം തന്നെ ഞങ്ങളെ കൂടെ വന്ന 2 ശുഭ്രവസ്ത്രധാരികൾ, ഞങ്ങൾക്കാർക്കും അവരെ പരിചയമില്ല. 2 ആളുകൾ ആ ജനാസയെ ഖബറിലേക്ക് വെച്ചപ്പോൾ അവരും കൂടെ ഇറങ്ങി. അവരല്ല ഖബർ കുഴിച്ചത്, അവരല്ല തൊഴിലാളികൾ, ഇവര് വേറെയാണ്. ഇവരെ ഞങ്ങൾക്കാർക്കും പരിചയമില്ല. ഞങ്ങളെ നാട്ടുകാരോ അയൽ നാട്ടുകാരോ മറ്റൊന്നുമല്ല. ഈ 2 പേരും ഖബറിലേക്ക് ഇറങ്ങുന്നത് ഞങ്ങളൊക്കെ കണ്ടു. കുറച്ചു സമയം കഴിഞ്ഞപ്പോ ഒരാളങ്ങ് പോയി. ആ കൂട്ടത്തിൽ നിന്ന് ഖബറിൽ നിന്ന് എണീറ്റ് ഒരാൾ പോയി. പക്ഷേ ഒരാൾ വന്നിട്ടില്ല. ജനങ്ങൾ കല്ലൊക്കെ ശരിയാക്കി മണ്ണിട്ട് മൂടുമ്പോ ഞാൻ ചോദിച്ചു, അല്ല, അയുദ്ഫനു ഹയ്യുൻ മഅ മയ്യിത്തിൻ, ജീവനുള്ള ഒരാളെ മരിച്ച ആളെ കൂടെ മറവ് ചെയ്യാൻ പറ്റും? ഉള്ളിൽ ഇപ്പൊ ഒരാൾ കയറി, നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ ചിലരൊക്കെ പറഞ്ഞു, ഒരാൾ പോയപ്പോ മറ്റയാളും പോയിട്ടുണ്ടാകുമല്ലോ. ഇല്ല, പോയിട്ടില്ല. ഒരാളെ പോയിട്ടുള്ളൂ, മറ്റയാൾ പോയിട്ടില്ല. 2 ആളുണ്ടായിരുന്നു, നമ്മളൊക്കെ കണ്ടില്ലേ? വെള്ള വസ്ത്രം ധരിച്ച് തലപ്പാക്ക് ധരിച്ചു വന്ന 2 ആളുകൾ. ഒരാളെ പോയിട്ടുള്ളൂ, മറ്റയാൾ പോയിട്ടില്ല. ഇതിങ്ങനെ കുറച്ച് വാക്കുതർക്കം നടന്നു. ഏതായാലും തുറന്നു നോക്കാൻ പറഞ്ഞു. തുറന്നപ്പോൾ ഉള്ളിലൊന്നും കാണുന്നില്ല. കൊണ്ടുപോയിച്ച ജനാസയുള്ളൂ. പക്ഷേ നസ്ർ സ്വാഇഖ് റഹ്മഹുല്ല ചിന്തിച്ചു, പടച്ചോനെ, ഞാൻ കണ്ടതാണല്ലോ. 2 ആൾ ഇറങ്ങിയത് ഞാൻ കണ്ടു, ഒരാൾ പോയി. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരാൾ അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. എനിക്കതിന്റെ രഹസ്യം അറിയണം, അറിഞ്ഞേ പോകാൻ പറ്റും. മഹാനവറുകൾ ജനങ്ങളൊക്കെ പിരിഞ്ഞപ്പോ അവിടെ നിന്നു. അവിടെ നിന്നിട്ടതാ 10 തവണ സൂറത്ത് യാസീൻ ഓതി, 10 തവണ തബാറക്കയും ഓതിയിട്ട് അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ, എന്റെ ബുദ്ധിക്കൊരു നിലക്കും കേട് സംഭവിക്കരുത്. ഞാൻ കണ്ടതിന്റെ രഹസ്യം എനിക്ക് നീ വെളിവാക്കി തരണം. ഇതിന്റെ ഉള്ളിലേക്ക് ഈ ജനാസയെ വെച്ചപ്പോ 2 ആൾ ഇറങ്ങിയിരുന്നു. ഒരാൾ പുറത്തു പോയത് ഞങ്ങളൊക്കെ കണ്ടു, ഒരാൾ വന്നിട്ടില്ലല്ലോ. എവിടെ ആ ഒരാൾ? എനിക്കതിന് മറുപടി തരണം. ആ ഒരാൾ എന്തായി പോയി എന്ന് റിസൾട്ട് തരണം. സഹോദരങ്ങളെ, ഇതങ്ങനെ ചോദിച്ചു മഹാനവറുകൾ അവിടെ നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഖബറിന്റെ ഒരു ഭാഗം പൊട്ടി വിടർന്നു വന്നു. ഉള്ളിൽ നിന്നൊരാൾ പുറത്തേക്ക് വന്നു. നേരത്തെ പോയ 2 ആളുകളിൽ ഒരാൾ, ബാക്കിയുള്ള ഒരാൾ പുറത്തേക്ക് വന്നു. നിൽക്കാതെ അയാളങ്ങ് ഓടിപ്പോവുകയാണ്. ഞാൻ അയാളെ പിന്നാലെ ചെന്നിട്ടൊന്ന് നിൽക്കൂന്ന് പറഞ്ഞു. അയാൾ ഒരു നിലക്കും നിൽക്കാൻ കൂട്ടാക്കുന്നില്ല. പിന്നെയും ഞാൻ പറഞ്ഞു, ബിഹഖി ഖാലിഖിക് അല്ലാ വഖഫ്തലി, നിങ്ങളെ പടച്ച റബ്ബിനെ സത്യം ചെയ്ത് പറയട്ടെ, ഒന്ന് നിന്ന് തരുമോ എന്ന് ചോദിക്കാനാണ്. അപ്പോയൊന്ന് നിന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു, അന്ത നസ്റുസ് സ്വാഇഖ്, നിങ്ങളാണോ നസ്റുസ് സ്വാഇഖ്? അപ്പൊ എനിക്ക് പേടിയായി പോയി. പടച്ചോനെ, എന്റെ പേരും മേൽവിലാസമൊക്കെ അല്ലേ ചോദിക്കുന്നത്? ഞാൻ തന്നെയാണ് നസ്ർ. നിങ്ങളാണോ? വിഷയം അറിയാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചാൽ അതെ, ഞാൻ തന്നെയാണ്. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാലും ഉടനെ കിട്ടിയ മറുപടി, ഉമ്മമാരെ കേട്ടോളൂ, നമ്മളിങ്ങനെ സുന്നത്തിനോടൊന്നും ബന്ധമില്ലാതെ ഫർലായ പലതും തന്നെ നേർക്ക് നിർവഹിക്കാതെ പെട്ടെന്ന് അങ്ങ് സലാമത്താകുമെന്ന് കരുതരുത്. സുന്നത്തും ഫർളും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇത്തിബാഇന്റെ ഏറ്റവും വലിയ നിദർശനമാണ്. നമ്മുടെ രൂപഭാവങ്ങളിലും അഫ്ആലുകളിലും ഹറക്കാത്ത് സക്കനാത്തുകളിലും ഒക്കെ സുന്നത്ത് വരണം. അതേ ഫർളുകൾക്കൊരു കുറവും വരരുത്. ഫർളുകളിൽ തികഞ്ഞ കാർക്കശ്യമുള്ളതുപോലെ സുന്നത്തുകളിലും നല്ലവണ്ണം പതിവ് വേണം. അതിന് നല്ല തൗഫീഖ് വേണം.
അതിന് നല്ല സുന്നത്തിനോട് നല്ല സ്നേഹം വേണം. അത് തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പ്രകടമായ അടയാളമാണ്. അവിടെ മലക്ക് നിന്നുകൊണ്ട് പറയുന്നത് നഹ്നു മലക്കാനി മിൻ മലായികത്തിർ റഹ്മാ. ഞങ്ങൾ ആരാന്നറിയോ? ഞങ്ങൾ രണ്ടുപേരും റഹ്മത്തിന്റെ മലക്കുകളിൽപ്പെട്ട രണ്ട് മലക്കുകളാണ്. ഉക്കിൽനാ ബി അഹ്ലി സുന്നാ. തീവ്രമായി സുന്നത്ത് കൊണ്ട് നടക്കുന്ന ആളുകളില്ലേ, പേരിൽ മാത്രം പോരാ, മെമ്പർഷിപ്പിൽ മാത്രം പോരാ, കഴമ്പുള്ള സുന്നിയാകണം. സുന്നത്തിനെ സ്നേഹിക്കുകയും ജീവിതത്തിൽ അത് നിയലിക്കുകയും അതിനോട് വലിയ ഹുബ്ബ് കാണിക്കുകയും ചെയ്യുന്ന സുന്നിയാകണം. നഹ്നു മലക്കാനി മിൻ മലായികത്തിർ റഹ്മ വക്കിൽനാ ബി അഹ്ലി സുന്നാ. സുന്നത്തിന്റെ വക്താക്കളെ കൊണ്ട് ഞങ്ങളെ ഏൽപ്പിച്ചു. എവിടെ സുന്നത്തിനെ താല്പര്യപ്പെട്ട് നടക്കുന്ന ആളുണ്ടോ അവരാര് മരിച്ചാലും ഞങ്ങൾ അവിടെ ചെല്ലും. എന്തിനാ ഞങ്ങൾ ഖബറിലേക്ക് ഇറങ്ങിയത് എന്നറിയോ? നുലഖിനുൽ ഹുജ്ജ. മലക്ക് ചോദ്യം ചോദിക്കുമ്പോ തെളിവങ്ങ് ഇട്ടുകൊടുക്കാനാ. ഇന്നത് പറഞ്ഞോ, ഇന്നത് പറഞ്ഞോ, ഇന്നത് പറഞ്ഞോ, ചോദ്യം തീരുന്നത് വരെ മറുപടി അങ്ങ് പറഞ്ഞ് സഹായിക്കാനാണ്. സഹോദരങ്ങളെ, ആ ഒരു സഹായം വല്ലാത്ത സഹായമല്ലേ? ബാപ്പ കൂടെ വരില്ലല്ലോ, ഉമ്മ കൂടെ വരില്ലല്ലോ, ഉസ്താദ് കൂടെ വരില്ലല്ലോ, പ്രിയതമ കൂടെ വരില്ലല്ലോ. ജീവിതത്തിൽ ഏത് പ്രയാസഘട്ടങ്ങളിലും ഒന്ന് മെസ്സേജ് അയക്കുമ്പോഴേക്ക് ഏത് പാതിരാത്രിയിലും സഹായിക്കാൻ വരുന്ന കൂട്ടുകാരൻ കൂടെ കിടന്ന് തരില്ലല്ലോ. അവിടെ കൂടെ കൂടാൻ സുന്നത്തുമായി ബന്ധപ്പെട്ട് നല്ല ജീവിതം നയിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ മദ്ഹും മഹബ്ബത്തുമായി കഴിയുന്നവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. എല്ലാ തെളിവും പറഞ്ഞു കൊടുത്ത് സന്തോഷത്തോടെ വിശ്രമിക്കാൻ പറഞ്ഞ് നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഞാനൊന്ന് പുറത്തു വന്നതാണ്. ആ മലക്ക് പറഞ്ഞു എന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. ഞാൻ എൻ്റെ മാന്യ സഹോദരങ്ങളോട് അവസാനമായി പറയട്ടെ, മദ്ഹുർ റസൂലിന്റെ തലക്കെട്ടിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സുന്നത്തിന് നമുക്ക് പുച്ഛ മനോഭാവം ഉണ്ടാകരുത്. എത്ര കാലം മാറി ജനങ്ങൾ കോലം മാറിയാലും, കാലം മാറി എന്ന പേരിൽ കോലം മാറിയാലും സുന്നത്തുകൾ പരിപാലിക്കുന്നതിൽ അശ്രാന്ത പരിശ്രമം നടത്തി മോഡേണിസ്റ്റുകളായി മാറാതെ പാരമ്പര്യമുള്ള സുന്നികളായി മാറി, എല്ലാ സുന്നത്തുകളെയും സൂക്ഷിക്കുന്നവരായി മാറി. നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകൾ നേലിക്കണം. ഫർള് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നവരൊക്കെ സുന്നത്ത് നിസ്കരിച്ചിറങ്ങണം. വീട്ടിലുള്ള ഉമ്മമാരെ സുന്നത്ത് നിസ്കരിക്കാതെ നിസ്കാരക്കുപ്പായം മടിക്കരുത്, ദിക്ർ ചൊല്ലാതെ നിസ്കാരക്കുപ്പായം മടിക്കരുത്, ദ്വാരക്കാതെ അവിടെ നിന്ന് എഴുന്നേൽക്കരുത്, തസ്ബീഹും ഹംദും തഹ്ലീലും ചൊല്ലാതെ എഴുന്നേൽക്കരുത്. അതൊക്കെ സുന്നത്തുകളാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുപ്പുറപ്പിച്ച് സ്വഹാബത്ത് കണ്ടനുഭവിച്ച് ഏറ്റവും സന്തോഷം പകർന്ന സുന്നത്തുകളാണ്. അതിലൊന്നും കുറയാതെ നമ്മളത് ജീവിതത്തിൽ എപ്പോഴും പാലിക്കുന്നവരാകണം. അതുമാത്രമല്ല, എമ്പാടും സുന്നത്തുകളുണ്ട്. അറിയുന്നത് പലതും ഇപ്പോൾ പുറത്ത് വരാത്തതുണ്ട്. എത്ര അറിയാവുന്നത് നമുക്കുണ്ട്. അതൊക്കെ പുറത്ത് പ്രദർശിപ്പിച്ച് മറ്റാരും കാണാനല്ല. ഈ വഴി നമ്മൾ സ്വീകരിക്കുന്നത് ലോക നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തിബാഇനാണ്. വമാ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. ലോകർക്ക് മൊത്തം അവിടുന്ന് ഷറഫാണ്, മഹത്വമാണ്. നമുക്കും ആ മഹത്വം ലഭിക്കണം. അതെങ്ങനെ? ഇസ്മായിൽ ഹിഖി തങ്ങളുടെ തഫ്സീറാണ് ഞാൻ അവസാനം വായിച്ചത്. അവിടുത്തെ ഇത്തിബാ ചെയ്തിട്ട് പരലോകത്തെത്തുന്ന നേരത്ത് എന്നെ ഇത്തിബാ ചെയ്ത് എൻ്റെ സുന്നത്തിന് ജീവൻ പകർന്ന് എൻ്റെ സുന്നത്തിനെ സ്നേഹിച്ച് ഏത് ഘട്ടത്തിലും എൻ്റെ സുന്നത്തിന് നല്ല സന്തോഷം നൽകിയിട്ട് അത് കൊണ്ടു നടന്ന മനുഷ്യനാണ്, അത് കൊണ്ടു നടന്ന പെങ്ങളാണ്. ആ അർത്ഥത്തിൽ ഖിയാമത്ത് നാളിൽ നമ്മെ കാണാനും നമ്മെ വിളിക്കാനും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മഹത്വം നമുക്ക് ലഭിക്കാൻ ആ വിധം ജീവിതം നമ്മളൊക്കെ കഴിച്ചു